ഹായ്, എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ മാസ്ക്ഡ് ആധാർ കാർഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണ് മാസ്ക്ഡ് ആധാർ കാർഡ്, എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയണ്ടേ? അതെ, മാസ്ക്ഡ് ആധാർ കാർഡിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മുടെ ആധാർ കാർഡിലെ ആധാർ നമ്പറിൻ്റെ അവസാനത്തെ 4 നമ്പർ മാത്രം കാണുന്ന രീതിയിൽ വരുന്ന ആധാർ കാർഡിനെയാണ് മാസ്ക്ഡ് ആധാർ കാർഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഉപയോഗം എന്തെന്നാൽ, നമ്മുടെ സമൂഹത്തിൽ ആധാർ കാർഡ് നമ്പർ പല സാഹചര്യങ്ങളിലായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഇത് തടയുന്നതിന് വേണ്ടിയാണ് മാസ്ക്ഡ് ആധാർ കാർഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിട്ടുള്ളത്. കൂടുതലായി നമുക്ക് ഇതിന്റെ ആവശ്യം വരുന്നത്, നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയി ഒരു റൂം എടുത്ത് താമസിക്കാൻ നേരത്ത് ഐഡന്റിറ്റി ആയിട്ട് കൂടുതൽ പേരും നൽകുന്നത് ആധാറാണ്. മാസ്കിംഗ് ഇല്ലാത്ത നോർമൽ ആധാർ കാർഡ് നൽകുമ്പോൾ അവർക്ക് നമ്മുടെ ആധാർ കാർഡ് നമ്പർ പൂർണ്ണമായും ലഭിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മാസ്ക്ഡ് ആധാർ കാർഡ് എടുത്ത് കയ്യിൽ വെക്കുക എന്നുള്ളതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അതിലുണ്ട്. ആധാർ കാർഡ് നമ്പർ പൂർണ്ണമായും മറ്റൊരാൾക്ക് ലഭിക്കുകയുമില്ല. അപ്പോഴിനി എങ്ങനെയാണ് ഈ മാസ്ക്ഡ് ആധാർ കാർഡ് നമുക്ക് ലഭിക്കുക? അത് നമുക്ക് സ്വയം എടുക്കാൻ പറ്റുമോ? പറ്റും. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഏതൊരാൾക്കും മാസ്ക്ഡ് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കി ഗൂഗിളിൽ ആധാർ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. തുറന്നു വരുന്ന വിൻഡോയിൽ UIDAI.gov.in എന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. അവിടെ നമ്മുടെ ലാംഗ്വേജ് തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ ലാംഗ്വേജുകളും ഇവിടെ വരുന്നതാണ്. നമ്മളിപ്പോൾ ഇംഗ്ലീഷാണ് തിരഞ്ഞെടുക്കുന്നത്. UIDAIയുടെ ഒഫീഷ്യൽ ഇൻ്റർഫേസ് നമ്മൾ സെലക്ട് ചെയ്ത ലാംഗ്വേജിൽ തുറന്നു വരുന്നതാണ്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള സർവീസുകൾ ലഭ്യമാണ്. ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക, ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യുക തുടങ്ങിയ എല്ലാം തന്നെ ഇവിടെ ചെയ്യാവുന്നതാണ്. ഇതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഗെറ്റ് ആധാർ എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന മെനുവിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആധാർ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന വിൻഡോയിൽ നമ്മുടെ ആധാർ കാർഡ് നമ്പറും ക്യാപ്ചയും കൂടെ ടൈപ്പ് ചെയ്ത് സെൻഡ് OTP എന്ന ബട്ടൺ അമർത്തുക. നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അതോടുകൂടെ തന്നെ മാസ്ക്ഡ് ആധാർ കാർഡ് ആണോ നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളൊരു ചോദ്യം കൂടെ അവിടെ വരുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള OTP എൻ്റർ ചെയ്ത് വെരിഫൈ ആൻഡ് ഡൗൺലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാസ്ക്ഡ് ആധാർ കാർഡ് ഈസിയായി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയുന്നതാണ്. ലഭിക്കുന്ന ആധാർ കാർഡ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് PDF ഫയലായിട്ടാണ് നമുക്ക് ലഭിക്കുക. അതിൻ്റെ പാസ്വേഡ് വരുന്നത് ആരുടെയാണോ ആധാർ കാർഡ് എടുത്തിട്ടുള്ളത് അയാളുടെ പേരിൻ്റെ ആദ്യത്തെ 4 അക്ഷരം ക്യാപിറ്റൽ ലെറ്ററിലും ശേഷം അയാളുടെ 4 അക്കം വരുന്ന ബർത്ത് ഇയറും കൂടെയാണ് വരുന്നത്. അങ്ങനെ 8 അക്ക പാസ്വേഡാണ് ആധാർ PDF ഫയലിന് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അതിൻ്റെ എക്സാമ്പിൾ കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും പോയി ID കാർഡ് കാണിക്കേണ്ട സാഹചര്യത്തിൽ ഈ മാസ്ക്ഡ് ആധാർ കാർഡ് കാണിച്ചാൽ മതിയാവും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് മാസ്ക്ഡ് ആധാർ കാർഡ്. ഇതിന് എല്ലാ സ്ഥലത്തും വാലിഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഒരു മാസ്ക്ഡ് ആധാർ കാർഡ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുമല്ലോ. എന്തായാലും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമം. ഇതിനെപ്പറ്റി അറിയാത്തവരിലേക്കായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് ഈ വിവരം എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.